ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി കുറച്ച സാഹചര്യം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള ചർച്ച നിയമസഭയിൽ പുരോഗമിക്കുന്നു. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തിരുവനന്തപുരത്ത്. വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് പോർച്ചുഗൽ, ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമല മേനോൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി കുറച്ച സാഹചര്യം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ട് നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് ബഹളം. പ്രതിപക്ഷത്തു നിന്നും KN ബാലഗോപാലാണ് നോട്ടീസ് നൽകിയത്. വിഷയം സബ്മിഷനായി അവതരിപ്പിക്കാമെന്നും പ്രതിപക്ഷം സഹകരിക്കണമെന്നും സ്പീക്കർ ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷം മുദ്രാവാക്യങ്ങളുമായി നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. തുടർന്ന് പ്രതിപക്ഷം സഭ ബഹിഷ്കരിക്കുകയായിരുന്നു. വീര്യം കുറഞ്ഞ മദ്യം സോഫ്റ്റ് ഡ്രിങ്ക് പോലെ വ്യാപകമാക്കാൻ ശ്രമിക്കുന്നത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. അതേസമയം 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള ചർച്ച നിയമസഭയിൽ പുരോഗമിക്കുകയാണ്. സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപാദനത്തിൽ 150.63 മെഗാവാട്ടിന്റെ വർധന ഉണ്ടായിട്ടുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മഴയുടെ ലഭ്യതക്കുറവ്, എൽനിനോ പ്രതിഭാസം എന്നിവ മൂലം വൈദ്യുതി ലഭ്യതയിൽ കുറവ് വന്നിട്ടുണ്ട്. എന്നാൽ വൈദ്യുതി ഉപയോഗത്തിൽ 10 ദശലക്ഷം യൂണിറ്റിന്റെ വർധനയാണ് ഉണ്ടായിട്ടുള്ളതെന്നും വൈദ്യുതി മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. കോളേജുകളിൽ ക്യാമ്പസ് വ്യവസായം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചുവരുന്നതായി മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി നിയമസഭയിൽ. പുതിയ MSMEകൾ ആരംഭിക്കും. യുവാക്കൾക്ക് നല്ല ആശയങ്ങളുണ്ടെങ്കിൽ പുതിയ പദ്ധതികൾ തുടങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാനിലൂടെ ലഹരി മരുന്ന് ഉപയോഗത്തിനും വ്യാപനത്തിനുമെതിരെ ശക്തമായ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഈ മാസം 2 മുതൽ 17 വരെ 2954 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 3176 പേരെ ഇതിനകം അറസ്റ്റ് ചെയ്തതായും മന്ത്രി അറിയിച്ചു. മയക്കുമരുന്ന് തടയാനുള്ള എല്ലാ നടപടികളുമാണ് ഗവൺമെന്റ് കൈക്കൊള്ളുന്നത്. ഇതിന് ശാസ്ത്രീയമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഉത്തരമേഖല IG വിമല പുട്ടാദിത്യയെ കോർഡിനേറ്ററായി വെച്ചുകൊണ്ട് 87 ഡിവിഷനിലും ശക്തമായ നടപടികൾ സ്വീകരിക്കുകയാണ്. 140 MLA-മാർക്ക് ഞാൻ കത്തിലൂടെ ഇതിന്റെ ആവശ്യകത അവരെ അറിയിക്കുകയും അവരുടെ സഹകരണം തേടുകയും ചെയ്തിട്ടുണ്ട്. ധാരാളം ആളുകൾ റീഹാബിലിറ്റേഷനും അതോടൊപ്പം തന്നെ വിഡ്രോവൽ സിൻഡ്രോം അടക്കമുള്ള കാര്യങ്ങളിൽ സഹായവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ജൂൺ 26 അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തിൽ എല്ലാ MLA-മാരും സ്വന്തം നിയോജകമണ്ഡലത്തിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുക്കുമെന്നും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. കേരളത്തിലേക്ക് എത്തുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും ലഹരി മരുന്നുകളും തടയാൻ വിവിധ സംസ്ഥാനങ്ങളുടെ സഹകരണം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ശ്രീ രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കാനുള്ള നീക്കം ദ്രുതഗതിയിൽ നടക്കുന്നതായി KN ബാലഗോപാൽ MLA. ഈ നീക്കത്തിൽ പ്രതിപക്ഷ ഭരണപക്ഷ ഭേദമന്യേ അതൃപ്തിയുള്ളതായും അദ്ദേഹം ആരോപിച്ചു. സഭയിൽ പ്രതിപക്ഷ വാക്കൌട്ടിന് ശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ രൂപീകരിച്ച ഉന്നതാധികാര കമ്മിറ്റിയുടെ പ്രാഥമിക റിപ്പോർട്ട് മന്ത്രി K മുരളീധരന് സമർപ്പിച്ചു. റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച് അടിയന്തര തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നലെ 10 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിരുന്നു. കോഴിക്കോട് നിപ ഉറവിട പരിശോധനയുടെ ഭാഗമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ശേഖരിച്ച സാമ്പിളുകളുടെ പരിശോധനാ ഫലം നെഗറ്റീവ്. നിപ പ്രഭവ കേന്ദ്രത്തിന്റെ 5 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശങ്ങളിൽ നിന്നാണ് പരിശോധനയ്ക്കായുള്ള സാമ്പിളുകൾ എടുത്തത്. ഈ പ്രദേശങ്ങളിലെ വളർത്തുമൃഗങ്ങളുടെയും വവ്വാലുകളുടെയും സ്രവങ്ങളാണ് പരിശോധനയ്ക്ക് അയച്ചത്. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ കേന്ദ്ര മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു. കാലാവധി കഴിഞ്ഞതിനെ തുടർന്നാണ് രാജി. രാഷ്ട്രപതി ദ്രൌപദി മുർമു രാജി സ്വീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനത്തിന്റെ ഭാഗമായി സായ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സൈക്ലിംഗ് ബൈ ദ സീ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഫ്ളാഗ് ഓഫ് ചെയ്തു. എല്ലാ ഞായറാഴ്ചയും സൈക്ലിംഗ് നടത്താൻ പൊതുജനങ്ങൾ തയ്യാറാകണമെന്ന് കേന്ദ്രമന്ത്രി ആഹ്വാനം ചെയ്തു. ചാക്ക ITI മുതൽ ശംഖുമുഖം ബീച്ച് വരെയാണ് സൈക്ലിംഗ്. മൈലത്തെ GV രാജ സ്പോർട്സ് സ്കൂളും ശ്രീ മാണ്ഡവ്യ ഇന്ന് സന്ദർശിക്കും. തുടർന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഐച്ചി നഗോയ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ പരിപാടിയിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. കൊട്ടാരക്കര നീലേശ്വരത്ത് ടിപ്പർ ലോറി ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറി വിദ്യാർത്ഥി ഉൾപ്പെടെ 3 പേർ മരിച്ചു. 3 പേർക്ക് പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് ടിപ്പർ ലോറിയിൽ ഉണ്ടായിരുന്ന മണ്ണ് ആളുകളുടെ മുകളിലേക്ക് വീണിട്ടുണ്ട്. മണ്ണ് നീക്കം ചെയ്തുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നു. രാവിലെ 7 മണിയോടെ മുക്കോണിമുക്കിലായിരുന്നു അപകടം. ടിപ്പർ ലോറി നിയന്ത്രണം വിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മന്ത്രിമാരായ ബിന്ദു കൃഷ്ണയും PC വിഷ്ണുനാഥും അപകടസ്ഥലം സന്ദർശിച്ചു. സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്ന് മന്ത്രിമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഫിഫ ലോകകപ്പിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. രാത്രി 10:30 മത്സരം. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ഇറാഖിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ഫ്രാൻസ് പരാജയപ്പെടുത്തി. ഇന്ന് നടന്ന മറ്റൊരു മത്സരത്തിൽ ജോർദാനെതിരെ അൾജീരിയ വിജയിച്ചു. ഇന്നലെ നടന്ന അർജന്റീന ഓസ്ട്രിയ മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് അർജന്റീന ജയിച്ചു. ലയണൽ മെസ്സിയാണ് 2 ഗോളുകളും നേടിയത്. കണ്ണൂർ കേളകം പഞ്ചായത്തിൽ ജനങ്ങളെ ഭീതിയിലാക്കിയ പുള്ളിപ്പുലി വനം വകുപ്പിന്റെ കെണിയിൽ കുടുങ്ങി. കഴിഞ്ഞ ദിവസം വളർത്തുമൃഗങ്ങളെ കൊന്നുതിന്ന പുലിയാണ് കുടുങ്ങിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. വെണ്ടേക്കുംചാൽ, മീശക്കവല എന്നിവിടങ്ങളിൽ വളർത്തുമൃഗങ്ങളെ ആക്രമിച്ച പുലിയാണ് മീശക്കവലയെ സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയത്. ഈ പ്രദേശങ്ങളിൽ പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ വനംവകുപ്പിലെ 32ഓളം വരുന്ന ഉദ്യോഗസ്ഥ സംഘം വ്യാപക തെരച്ചിൽ നടത്തിയിരുന്നു. തുടർന്ന് കൂടുകളും ക്യാമറ ട്രാപ്പുകളും സ്ഥാപിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം 2 ആടുകളെ പുലി ഭക്ഷിക്കുകയും മറ്റൊരാടിനെയും പശുവിനെയും ആക്രമിക്കുകയുമുണ്ടായി. കൂട്ടിലകപ്പെട്ട പുലിയെ നിരീക്ഷണത്തിനും പരിശോധനയ്ക്കുമായി ആറളത്തെ RRT ഓഫീസിലേക്ക് മാറ്റി. CBSE പരീക്ഷയുടെ പുനർമൂല്യനിർണ്ണയ ഫലം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇതുവരെയും മാർക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയാതിരുന്നവർക്ക് ഇന്ന് രാത്രി 11:59 വരെ സമർപ്പിക്കാം. യോഗ്യതാ പരീക്ഷയ്ക്ക് നേടിയ മാർക്കുകൾ പരിശോധിക്കുന്നതിനും അവസരമുണ്ട്. കൂടുതൽ വിവരങ്ങൾ www.cee.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. സംസ്ഥാനത്തെ +1 രണ്ടാം ഘട്ട അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഇന്ന് വൈകിട്ട് 5 മണിവരെ പ്രവേശനം നേടാം. താഴ്ന്ന ഓപ്ഷനിൽ അലോട്ട്മെന്റ് ലഭിക്കുന്നവർക്ക് താൽക്കാലിക പ്രവേശനമോ സ്ഥിര പ്രവേശനമോ നേടാമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസ് അറിയിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 352 പോയിന്റ് താഴ്ന്ന് 76,733-ലും നിഫ്റ്റി 116 പോയിന്റ് നഷ്ടത്തിൽ 23,976-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,520 രൂപ താഴ്ന്ന് 1,07,000 രൂപയും ഗ്രാമിന് 13,375 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ പൈതൽ മലയിൽ സഞ്ചാരികൾ പ്രവേശിക്കുന്നതിൽ താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തി. മിന്നലേറ്റ് യുവതി മരണപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. ഇനി ഒരറിയിപ്പുണ്ടാകുന്നതുവരെ നിയന്ത്രണം തുടരുമെന്ന് വനം വകുപ്പ് അധികൃതർ അറിയിച്ചു. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. 2024 ചൈനയിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിനു ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരമാണിത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നാളെ സമാപിക്കും. 1 മാസക്കാലത്തോളം നീണ്ടുനിന്ന മഹോത്സവത്തിന് തൃക്കലാശത്തോടെയാണ് സമാപനമാകുന്നത്. അവസാനത്തേതായ അത്തം ചതുശതം ഇന്ന് നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 28-ന് രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ MyGov, നമോ ആപ്പ്, 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ എന്നിവയിലൂടെ അറിയിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി കുറച്ച സാഹചര്യം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു.
2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള ചർച്ച നിയമസഭയിൽ പുരോഗമിക്കുന്നു. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തിരുവനന്തപുരത്ത് വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് പോർച്ചുഗൽ, ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.